എവിടെ നിന്ന് ഇറങ്ങി ഓടുന്നത്? എവിടെ നിന്ന് ഇറങ്ങി ഓടുന്നത് തെറ്റാണ്. ഏത് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടി? ഓടുന്നത് തെറ്റാണോ? തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓട്. പിന്നെ നിങ്ങൾ കടിക്കാൻ വരുമ്പോൾ ഞാൻ നിന്ന് കൊടുക്കാം. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടുന്നതിൽ എന്താ തെറ്റ്? റോട്ടിൽ കിടന്ന് ഓടി തല്ലുണ്ടാക്കാനും പ്രശ്നമില്ല, സമരം വിളിക്കാനും ചായ വിളിക്കാനും അല്ലേ? ആണാ പറഞ്ഞാൽ മനസ്സിലാവാത്തൊരിടത്തിൽ തിരാ വെറുതെ സമയങ്ങളെ ആണാ ആണാ അല്ല ഈ ഓൺലൈൻ മീഡിയാസില് അല്ല എന്താ പറഞ്ഞായിരുന്നല്ലോ, വാർത്താ സമ്മേളനത്തിനൊക്കെ വരുന്ന ആൾക്കാര്, അതായത് ഈ ജേർണലിസ്റ്റ് ഒക്കെ ജേർണലിസം പഠിക്കാണ്ടൊക്കെ വന്ന് അത് അങ്ങനെയല്ലേ? നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കാൻ BEd കിട്ടാത്തൊരു ചോദ്യം ചെയ്യാൻ വന്നാൽ നമ്മൾ ക്ലാസ്സിൽ ഉത്തരം പറയേണ്ട കാര്യമില്ലല്ലോ. ഇല്ലല്ലോ. ഇല്ല. ആ ഓരോ പൊസിഷനിൽ ഇരിക്കേണ്ടവർ ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട് അല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ യൂട്യൂബ് ചാനൽസ്, പിന്നെ അതുപോലെയുള്ള ഈ പറഞ്ഞ പോലെ വാർത്താ മാധ്യമ സമ്മേളനങ്ങളിലൊക്കെ ഇമാതിരി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതിനോട് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. നല്ല ചോദ്യങ്ങളാണല്ലോ ചോദിക്കണേ. നല്ല ചോദ്യങ്ങളാണ്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഉത്തരങ്ങളും ഉണ്ടല്ലോ താങ്കൾക്ക്, എങ്ങനെ സാധിക്കും? എന്തുകൊണ്ട് അങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാവുന്നു? അപ്പൊ അങ്ങനത്തെ ഉത്തരങ്ങളും ഉണ്ടാവും. അല്ലാതെ ഞാൻ ഉത്തരം പറഞ്ഞിട്ടല്ലോ നിങ്ങൾ ചോദ്യം പറയണേ. ആണാ? ആദ്യം എവിടെ നിന്നാ ഉണ്ടാവണത്? അല്ല, പക്ഷെ ഇങ്ങനെയുള്ള കുറച്ച് മാധ്യമങ്ങളൊക്കെ വേണ്ടേ, ഇതുപോലുള്ള സിനിമകളൊക്കെ? ഞാൻ വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ എവിടെ നിന്ന് അകോടി പൊക്കിക്കൊണ്ട് വന്നേ? പടത്തിനെ കുറിച്ച് ചോദിക്കാൻ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ഈ 2-3 ചോദ്യങ്ങൾ വെച്ചിട്ടാണ് ഇത്രയും നേരം നിങ്ങൾ ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞോണ്ട്. അതാണ് പറഞ്ഞത് പഠിക്കണം എന്ന്. അറിയാത്തത് പഠിക്കണം. എന്താ സംഭവം ഇപ്പോ? ഒരു ഭാഗ കോപ്പും അറിയില്ല അതിനെ കുറിച്ചിട്ട്. അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വന്നപ്പോഴേ ഈ ഇതിനെ പറ്റി അധികം ഒന്നും റിവീൽ ചെയ്തിട്ടില്ല എന്ന് തന്നെയായിരുന്നു. ഈ പോസ്റ്ററിലുള്ളതാണ് റിവീൽ ചെയ്തിട്ടുണ്ടല്ലോ, വായിക്കാൻ അറിയാലോ, ഇംഗ്ലീഷ് അറിയില്ലേ? ഓക്കെ ബൈ.